ചാപ്റ്റർ പ്ലസ് 1 ഫിഫ്ത്ത് ചാപ്റ്റർ കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന പാർട്ടാണ്. ആ ഒരു ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതില് നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? കോംപ്ലക്സ് നമ്പർ എന്താണ്, എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതിന്റെ ആൽജിബ്രയും പഠിച്ചു. ഓക്കെ, ഇനി നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 ടോപ്പിക് കൂടെ പറയണം. എന്നിട്ട് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യാം, പ്രോബ്ലംസ് കൂടെ ചെയ്യാം. അത്രയാകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്ററിന്റെ ഏകദേശം 1/3 പാർട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോ കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് പവർ ഓഫ് ഐ. പവർ ഓഫ് ഐ. ഐക്ക് പവേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് വാല്യൂ മാറുന്നത്? ഐയുടെ വാല്യൂ നമുക്കറിയാം. എന്താ ഐ സ്ക്വയർ? നമ്മൾ പഠിച്ചതാണ് -1. എന്താണ് ഐ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐയുടെ ക്യൂബ് എന്ത് വരും? ഐ ക്യൂബിനെ നമുക്ക് ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതാൻ കുഴപ്പമില്ലല്ലോ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കാര്യം 2 + 1 എന്ത് വരും? 3 വരും. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ പവേഴ്സ് എന്ത് ചെയ്യാം, ആഡ് ചെയ്തെടുക്കാം. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ഇൻറ്റു ഐ. -1 ഇൻറ്റു ഐ എന്ത് കിട്ടും? -i. അപ്പോ ഐ ക്യൂബിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -i എന്ന് കിട്ടി. ഇനി i⁴ എന്ത് വരും? i⁴. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കോ. ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ 2 + 2 4. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ഇൻറ്റു വീണ്ടും ഐ സ്ക്വയറിന്റെ വാല്യൂ -1. -1 ഇൻറ്റു 1 1. അപ്പൊ ഐയുടെ വാല്യൂ ഐ എന്ന ഐ സ്ക്വയർ വന്നപ്പോ എന്തായി? -1. ഐ ക്യൂബ് ആയപ്പോഴോ -i. i⁴ ആയപ്പോഴോ 1. ഇനി i⁵ എന്ത് വരും? i⁵. i⁵ എന്ന് പറയുമ്പോ i⁴ ഇൻറ്റു 1 എന്ന് എഴുതി കൂടെ? സോറി, i⁴ ഇൻറ്റു ഐ എന്ന് എഴുതി കൂടെ? 4 1 5. i⁴ വാല്യൂ 1 ഇൻറ്റു ഐ ഈക്വൽ ടു എത്രയെന്ന് തന്നെ വരുന്നു? ഐ. i⁵ എന്ത് വരുമായിരിക്കും? ഇതുപോലെ നോക്കിയേ. i⁴ ഇൻറ്റു ഐ സ്ക്വയർ. i⁴ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പൊ 1 ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയറിന്റെ വാല്യൂ -1. ഓക്കെ ആണ്. അപ്പൊ എന്താ മനസ്സിലായത്? ഐ സ്ക്വയർ വന്നാലും i⁵ വന്നാലും നമുക്ക് എന്ത് തന്നെ കിട്ടുന്നു? -1 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ i⁻10 ആണെങ്കിലും എന്ത് തന്നെ ആയിരിക്കും? -1 ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു ജനറൽ റൂള് പഠിക്കാൻ പറ്റും. ഇപ്പോ നമുക്ക് ഇവിടുത്തെ കേസിൽ നോക്കിയേ, വാല്യൂസ് എങ്ങനെയാ പോകുന്നത്? ആദ്യത്തെ വാല്യൂ ഐയുടെ വാല്യൂ ഐ എന്ന, അത് കഴിഞ്ഞ അടുത്ത വാല്യൂ -1. അടുത്ത വാല്യൂ എന്താ? -i. ലാസ്റ്റ് വാല്യൂ എന്താ? 1. ഇങ്ങനെയല്ലേ പോയിരുന്നത്? i -1 -i 1. വീണ്ടും എന്ത് ചെയ്യാണ്? i -1. അപ്പൊ അടുത്ത എന്തായിരിക്കും? -i. അത് കഴിഞ്ഞ് എന്തായിരിക്കും? 1. ഈ വാല്യൂ റിപ്പീറ്റ് ചെയ്ത് പോവല്ലേ? ആണല്ലോ. ഇനി i വരുന്ന സമയങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയണം. -1 വരുമ്പോഴുള്ള പ്രത്യേകത അറിയണം. -i വരുമ്പോഴുള്ള പ്രത്യേകതയും 1 വരുമ്പോഴുള്ള പ്രത്യേകത അറിയണം. ഇവിടെ 1 വന്നിരിക്കുന്നത് എവിടെ നോക്കി? i⁴. i⁴ എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, ഐ അതിന്റെ പവർ, നമ്മൾ എടുത്തിരിക്കുന്ന ഓപ്പറേറ്റർ ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, മീൻസ് 4 8 12 16 അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് വരുന്നതെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോ ഓർത്ത് വെക്കുക, i⁴k എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാണ്, i⁴k എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി എപ്പോഴാണ് നമുക്ക് ഐ കിട്ടുന്നത് നോക്കി? പവർ 1 ആകുമ്പോഴത്തേക്ക് ഐ ആണ്, പവർ 5 ആകുമ്പോഴത്തേക്കും 1 ആണ്. ശരി, അപ്പൊ 1 5 9 ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്തായിട്ട് വരുന്നു? വാല്യൂ ഐ വരുന്നു. അപ്പൊ 1 5 9 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? i⁴k + 1. ശരിയല്ലേ? i⁴k + 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ ആയിരിക്കും. ഇനി -1 വന്നേക്കുന്നത് എവിടെ നോക്കിയേ? -1 വന്നേക്കുന്നത് 3 വരുമ്പോ -1 ആണ്. 7 വരുമ്പോ, അപ്പോ അവിടുത്തെ റേഷ്യോ സീക്വൻസ് മാറാണ്. 3 7 11. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 7 11നെ i⁴k + 3 എന്ന് എഴുതാം. ഇനി -i എപ്പോഴാ വരുന്നത് നോക്ക്? സോറി, ഇവിടെ -1 അല്ലേ? -1 വന്നേക്കുന്നത് എവിടെയാ വന്നേക്കുന്നത്? -1 ഐ സ്ക്വയറിലും നോക്കിയോ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഐ സ്ക്വയറിൽ -1 i⁻6. അപ്പം 2 6 11ന്റെ അടുത്ത് 10. 2 6 10 എന്നാ പോകുന്നത്. ശരിയല്ലേ? 2 6 10 എന്ന് പറയുമ്പോ ഇവിടെ എന്തേ വരത്തുള്ളൂ? 2a വരത്തുള്ളൂ. ഇനി ഒരു കേസും കൂടെ ഉള്ളൂ, -i. അവിടെയാണ്
3, 7, 11 എന്നുള്ള ഫോമിൽ വരുന്നത്. അപ്പൊ എങ്ങനെ വരും? I raised to 4k plus 3. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ ഓർത്ത് വെക്കണം? പവർ ഹൈ പവേഴ്സ് വന്നാൽ ഇതെങ്ങനെ ഓർത്ത് വെക്കണം? നിങ്ങൾ നോക്കേണ്ട എത്രയേ ഉള്ളൂ, പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ പഠിച്ചു. ജസ്റ്റ് ഞാൻ ഇതൊരു ഐഡിയ പറഞ്ഞ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള ഐഡിയ പറഞ്ഞതാണ്. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഐക്ക് പവറായിട്ട് വന്നിരിക്കുന്ന വാല്യൂ എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ 1 എന്ന് എടുക്കുക. ഓക്കെ, റിമൈൻഡർ 1 ആണെങ്കിൽ I എന്ന് എടുക്കുക. റിമൈൻഡർ 2 ആണെങ്കിൽ -1 എന്ന് എടുക്കുക. റിമൈൻഡർ 3 ആണെങ്കിലോ -I എന്ന് എടുക്കുക. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത്? ഐയുടെ പവർ എത്രയാണോ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഡിവൈഡഡ് ബൈ 4. ഓക്കെ, റിമൈൻഡർ 0 ആണെങ്കിൽ ആൻസർ എന്താ? 1. റിമൈൻഡർ 1 ആണെങ്കിൽ ആൻസർ എന്താ? I. റിമൈൻഡർ 2 ആണെങ്കിൽ ആൻസർ -1. റിമൈൻഡർ 3 ആണെങ്കിലോ ഒന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടാവും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ പറയുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ 1, 1 ആണെങ്കിൽ I, 2 ആണെങ്കിൽ -1, 3 ആണെങ്കിലോ -I എന്ന് എടുക്കാം. ഓക്കെ ആണ്. വേണമെങ്കിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. I raised to 35. I raised to 35 എന്ത് വരും? ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. I raised to 35 എന്ത് വരും? I raised to 35 എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 35നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോ 8 4s are 32, റിമൈൻഡർ 3. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 3 കിട്ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിമൈൻഡർ 3 വരികയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? -I. വേറെ ഒന്നും ആലോചിക്കേണ്ട. I raised to 35 equal to -I. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ പവേഴ്സ് വരികയാണെങ്കിൽ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞൊരു സ്റ്റെപ്പാണ്. നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോ അതിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് I വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന കേസ് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് റൂട്ട് -2ന്റെ കേസ്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാണ്. റൂട്ട് -7. ഇതിനെ എങ്ങനെ എഴുതാം? റൂട്ട് -7നെ റൂട്ട് -1 into 7 സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് -1 into റൂട്ട് 7. റൂട്ട് -1ന്റെ വാല്യൂ I എന്ന് എടുക്കുക. അപ്പൊ ഇതെന്താവും? റൂട്ട് 7. ഇനി ഏതൊക്കെ വാല്യൂ വേണം? പ്ലസ് വാല്യൂ വേണം, മൈനസ് വാല്യൂ വേണം. അപ്പൊ ഒരു നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ അതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യും? സ്ക്വയർ റൂട്ട് എക്സിസ്റ്റ് ചെയ്യും. എന്ത് വരും? പ്ലസ് ഓർ മൈനസ്. ഇപ്പൊ -7 ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 7 I. ഇപ്പൊ -4 ആയിരുന്നെങ്കിലോ റൂട്ട് -4. ഇങ്ങനെ വന്നാൽ എങ്ങനെ എഴുതാം? റൂട്ട് -1 into 4 ഈക്വൽ ടു റൂട്ട് -1 into റൂട്ട് 4. റൂട്ട് -1ന്റെ വാല്യൂ എന്താ? I. റൂട്ട് 4ന്റെ വാല്യൂ എന്താ? 2. അപ്പൊ എങ്ങനെ എടുക്കാം? 2I. പിന്നെ ഏതൊക്കെ എടുക്കണം? +2ഉം -2. അപ്പൊ റൂട്ട് -4ന്റെ -1ന്റെ വാല്യൂ എന്താ വരുന്നത്? പ്ലസ് ഓർ മൈനസ് 2I. ഓക്കെ ആണല്ലോ. ഇങ്ങനെ നമുക്ക് ഏത് നമ്പേഴ്സിന്റെ റിയൽ നമ്പേഴ്സിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റൂട്ട്. നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെഗറ്റീവ് നമ്പേഴ്സ് ആവുമ്പോ, നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആവുമ്പോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള റൂളാണ് റൂട്ട് AB ഈക്വൽ ടു റൂട്ട് A ഇൻറ്റു റൂട്ട് B എന്ന് എടുക്കാം. റൂട്ട് AB ഈക്വൽ ടു റൂട്ട് A ഇൻറ്റു റൂട്ട് B എന്ന് എടുക്കാം. പക്ഷേ നമ്മളിത് രണ്ടും എയും ബിയും നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ, ഇവിടെ എടുക്കുന്ന എയും ബിയും നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ ഈ ഒരു റൂൾ അത് എന്ത് ചെയ്യില്ല? ഒബേ ചെയ്യില്ല. ഈ പറയുന്ന റൂള് ഒരിക്കലും അത് എന്ത് ചെയ്യില്ല? ഒബേ ചെയ്യില്ല. രണ്ടും നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ. രണ്ട് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇവിടെ നമുക്കൊരു മൈനസ് വരും. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇപ്പം എന്താണ്? റൂട്ട് -A ആണ് വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് AI എന്ന് എടുക്കാം. റൂട്ട് -B ആണ് വരുന്നതെങ്കിൽ എന്ത് വരും? റൂട്ട് BI എന്ന് വരും. ഇത് രണ്ടിന്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കി. എങ്ങനെ വരും? റൂട്ട് A ഇൻറ്റു റൂട്ട് AI ഇൻറ്റു റൂട്ട് BI എന്ന് വരും. ശരിയല്ലേ? റൂട്ട് -A എന്ന് പറഞ്ഞാൽ റൂട്ട് AI എന്ന് എഴുതാം. റൂട്ട് -B എന്ന റൂട്ട് BI എന്ന് എടുക്കാം. ഇത് രണ്ടും കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? റൂട്ട് AI ഇൻറ്റു റൂട്ട് BI. അപ്പൊ എങ്ങനെ എടുക്കാം? റൂട്ട് A ഇൻറ്റു റൂട്ട് B, അത് വേണമെങ്കിൽ ചേർത്ത് റൂട്ട് AB എന്ന് എടുക്കാം.
ബാക്കി എന്തുണ്ട്? ഐ ഇൻറ്റു ഐ. എന്താ ഐ ഇൻറ്റു ഐ? ഐ സ്ക്വയർ. അതിന്റെ വാല്യൂ -1. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ഇത് -√AB എന്നുള്ള ഫോമിലേ വരത്തുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? രണ്ട് നമ്പറും നെഗറ്റീവ് നമ്പർ ആണ്. നമ്മൾ എടുക്കുന്ന റിയൽ നമ്പേഴ്സ് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഏത് റൂൾ ഒബേ ചെയ്യില്ല? √AB = √A × √B ഒബേ ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇതിന്റെ ആവശ്യം വരില്ല, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള തിയറി പോർഷൻ. ഈ പോർഷന്റെ അടുത്തൊരു പോർഷനിലോട്ട് പോവാണ്. രണ്ട് പോർഷൻ കൂടെ ആകുമ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലോട്ട് കടക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോ കാര്യമായിട്ട് ഒരു പ്രോബ്ലം കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, അതിലേക്ക് കടക്കണം. അപ്പൊ അതിനു മുമ്പ് രണ്ട് ഹെഡിങ് കൂടെ ഞാനങ്ങ് പറയാം. ഒന്നെന്ന് പറയുന്നത് ഐഡന്റിറ്റീസ്. നമ്മൾ കുറെ ഐഡന്റിറ്റീസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ a+b² എന്താ പഠിച്ചു വെച്ചിരുന്നത്? a² + 2ab + b². ഇങ്ങനെ ഒരു ഐഡന്റിറ്റി പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതേ ഐഡന്റിറ്റി a+b² = a² + 2ab + b². ഇതേ ഐഡന്റിറ്റി എവിടെയും വരുന്നുണ്ട്? കോംപ്ലക്സ് നമ്പറിലും വരുന്നു. ഇത് കോംപ്ലക്സ് നമ്പറിൽ വരുമ്പോൾ ഇങ്ങനെയാണ് z1 + z2² എങ്ങനെ എടുക്കാം? z1² + 2z1z2 + z2². ഇതുപോലെ z1 - z2² എങ്ങനെ എടുക്കാം? നമുക്കറിയാം a-b² എന്താ? a² - 2ab. z1 + z2³ എന്തായിരിക്കും? z1³ + 3z1² z2 + 3z1z2² + z2³. ഈ ഐഡന്റിറ്റി കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചിരിക്കുക. പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ പ്ലസ് മാറ്റി ഇവിടെ എന്താക്കുന്നു? മൈനസ്. ഇവിടെ മൈനസ് വരുമ്പോ ദാ ഇവിടെയും മൈനസ് ആകും, അതുപോലെ ഇവിടെയും എന്താകും? മൈനസ് ആകും. ഒന്നിടത്ത് മൈനസ് വരും. അങ്ങനെയാണെങ്കിൽ z1 - z2³ എന്ത് വരുമായിരിക്കും? z1³ - 3z1² z2 + 3z1z2² - z2³. ഓക്കെ ആണല്ലോ. ഇനി ഒരു ഇക്വേഷൻ കൂടെ പഠിക്കാം. അതിന് നമുക്ക് ആദ്യം ഐഡന്റിറ്റി ഒന്ന് എഴുതി നോക്കാം. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇതാണ്. a³ - b³. നമുക്ക് a² - b² അറിയാം. അതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? a³ - b³ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ. a - b × a² + ab + b². a³ - b³ ഇക്വേഷൻ എന്താണ്? a - b × a² + ab + b². ഇത് മൾട്ടിപ്ലൈ നോക്കാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇതേ കാര്യം തന്നെ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഈ ഒരു കേസിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെ എടുക്കാം? ആറാമത്തത് z1³ - z2³ എന്ത് വരും? z1 - z2 × z1² + z1z2 + z2². നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ പഠിക്കുക, സെക്കൻഡ് ഇക്വേഷൻ പഠിക്കുക, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഈ 5 ഇക്വേഷൻ പഠിച്ചിരിക്കുക. ആറാമത്തത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇങ്ങനൊരു എന്തുണ്ട്? ഐഡന്റിറ്റി ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ 5 ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ ഐഡന്റിറ്റി കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോ കോംപ്ലക്സ് നമ്പർ എന്താന്ന് പഠിച്ചു, ആൾജിബ്ര പഠിച്ചു, പവർ വന്നാൽ ഐക്ക് പവർ വന്നാൽ എന്ത് ചെയ്യാന്ന് പഠിച്ചു, നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് അറിഞ്ഞു. ഇപ്പൊ എന്ത് പഠിച്ചു? ഐഡന്റിറ്റീസ് പഠിച്ചു. ഇനി ഒരു കാര്യം കൂടെ ആകുമ്പോ 1/3 തിയറി പോർഷൻ കഴിയും. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് രണ്ട് പേരുകൾ പഠിക്കുകയാണ്. കോംപ്ലക്സ് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ടേംസ്. ഒന്ന് മോഡുലസ്, രണ്ട് കോൺജുഗേറ്റ്. ഓക്കെ, രണ്ട് പുതിയ കാര്യങ്ങൾ, പുതിയ വേർഡ് പഠിക്കുകയാണ്, ടേംസ് പഠിക്കുകയാണ്. ഒന്ന് മോഡുലസ്, രണ്ടാമത്തത് കോൺജുഗേറ്റ്. ഓക്കെ, കോൺജുഗേറ്റ്. അപ്പൊ എന്താണ് മോഡുലസ്? സംഭവം വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എടുത്തു, z. എപ്പോഴും എടുക്കുന്നത് എങ്ങനെയാ? a + ib.
ഓക്കെ, എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുക്കാം. ഞാൻ ഇവിടെ എന്തെടുത്തു? എ പ്ലസ് ഐ ബി. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഏതിന്റെ എടുത്തേക്കുന്നത്? ഇസഡ്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇസഡ് മോഡുലസ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഇപ്പുറത്ത് എന്ത് ചെയ്യാം? അപ്പൊ മോഡുലസ് ഇസഡ് ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പൊ ഏതൊരു കോംപ്ലക്സ് നമ്പർ തന്നാലും റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? മോഡുലസ് ഓഫ് ഇസഡ് കിട്ടും. അപ്പൊ മോഡ് ഇസഡ് ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ദെൻ അടുത്തത് കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ കോൺജുഗേറ്റ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസഡിന്റെ മുകളിൽ ഒരു ലൈൻ വരയ്ക്കും. ഇസഡ് ബാർ എന്ന് പറയും. ഇസഡിന്റെ മുകളിൽ ഇങ്ങനെ ലൈൻ വരയ്ക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇസഡ് ബാർ. ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നടുക്കത്തെ ചിഹ്നം മാറ്റി എഴുതാം, എ മൈനസ് ഐ ബി. അപ്പൊ ഇസഡ് എ പ്ലസ് ഐ ബി ആണെങ്കിൽ കോൺജുഗേറ്റ് എന്താണ്? ഇസഡ് ബാർ. എങ്ങനെ എഴുതാം? എ മൈനസ് ഐ ബി. അപ്പോ നടുക്കുള്ള ചിഹ്നം മാറ്റി എഴുതി കഴിഞ്ഞാൽ കോൺജുഗേറ്റ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ എടുത്ത് റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? മോഡുലസും കിട്ടുന്നു. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു നോക്കാം. ഒന്ന് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇസഡ് ഈക്വൽ ടു 3 മൈനസ് ഐ. ഇസഡ് 3 മൈനസ് ഐ എന്ന് എടുക്കുന്നു. അങ്ങനെ മോഡ് ഇസഡ് എന്തായിരിക്കും? മോഡ് ഇസഡ് ഇവിടെ വന്നേക്കുന്ന എയുടെ സ്ഥാനത്ത് 3, അപ്പൊ അതിന്റെ സ്ക്വയർ, പ്ലസ് ബിയുടെ സ്ഥാനത്ത് എന്താ? -1, അതിന്റെ സ്ക്വയർ. എന്തെടുക്കുക? റൂട്ട് എടുക്കുക. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, -1ന്റെ സ്ക്വയർ 1 ഈക്വൽ ടു റൂട്ട് 10. അപ്പോ ഇസഡിന്റെ മോഡുലസ് വാല്യൂ റൂട്ട് 10. ഇനി ഇസഡ് ബാർ വേണം. എങ്ങനെ എടുക്കാം? 3 മൈനസ് ഐ ബാർ. ബാർ മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 3 മൈനസ് എന്നുള്ള പ്ലസ് ഐ. അപ്പൊ നമുക്ക് മോഡ് ഇസഡും കിട്ടി, ഇസഡ് ബാറും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? കോൺജുഗേറ്റും മോഡുലസും കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്ന്, ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന് ഒരു ഇക്വേഷൻ മോഡൽ കണ്ടുപിടിക്കാൻ പറ്റും. വേറൊന്നുമില്ല, ഇസഡ് ഈക്വൽ ടു നമ്മൾ എ പ്ലസ് ഐ ബി എന്നെടുക്കുമ്പോ ഇസഡ് ഇൻവേഴ്സ് എന്താ വന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ് വന്നത്? എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ഐ ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നല്ലേ? ഇതിനൊന്ന് ലിങ്ക് ചെയ്ത് എഴുതിയാൽ എങ്ങനെ വരും? എ മൈനസ് ഐ ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ശരിയാണോ? ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണേ, നോക്കിക്കോളാം. എ മൈനസ് ഐ ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സ്ക്വയർ റൂട്ട് കൊടുത്തു. വാല്യൂ മാറാതിരിക്കാൻ എന്നുകൂടെ കൊടുത്തു, സ്ക്വയറും കൂടെ കൊടുത്തു. റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്താണ് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. എന്തിനാ ഇങ്ങനെ എഴുതിയത്? എ പ്ലസ് ഐ ബി ആണെങ്കിൽ എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് ബാർ അല്ലേ? ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ റൂട്ട് എന്തായിരുന്നു? മോഡ് ഇസഡ്. അപ്പൊ ഇവിടെ മോഡ് ഇസഡിന്റെ എന്തെന്ന് വരും? സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കുക, ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ആണെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇസഡ് ബാർ ബൈ എന്തെന്നെടുക്കുക? മോഡ് ഇസഡ് സ്ക്വയർ. ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇസഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ബാർ ബൈ മോഡ് ഇസഡിന്റെ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ നമുക്ക് ഏത് പോർഷൻ ആയി? എന്താണ് മോഡുലസ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ റൂട്ട്. എന്താണ് കോൺജുഗേറ്റ്? നടുക്കത്തെ സൈൻ പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിലോ പ്ലസ് ആക്കുക. ഓക്കെ ആണേ? ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചെറിയ ഒരു പ്രോബ്ലം നോക്കാം. ഇല്ലല്ല, അത് എന്റെ ആയില്ലല്ലോ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ എന്റെ അകത്തുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മോഡുലസിന്റെ കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് ചെറിയ രണ്ട് ഇക്വേഷൻ. വേറൊന്നുമില്ല, Z1 Z2ന്റെ മോഡുലസ്, അതായത് പ്രോഡക്റ്റ് എടുത്തിട്ട് മോഡുലസ് എടുക്കുന്നത് മോഡ് Z1 ഇൻറ്റു മോഡ് Z2ന് ഈക്വൽ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക.
അതുപോലെ Z1 Z2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോഞ്ചുഗേറ്റ് എടുക്കുന്നത് ഓരോന്നിന്റെ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോഞ്ചുഗേറ്റ് എടുക്കുന്നതും കോഞ്ചുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആണ്. ഇതേപോലെ ഡിവിഷനും പറയാം. Z1 ബൈ Z2 ന്റെ മോഡുലസ് എന്ന് പറയുന്നത് മോഡ് Z1 ബൈ മോഡ് Z2 ആണ്. അതുപോലെ Z1 ബൈ Z2 ന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് Z1 കോഞ്ചുഗേറ്റ് ബൈ Z2 കോഞ്ചുഗേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു 4 പ്രോപ്പർട്ടി കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെയായി? ഫസ്റ്റ് 1/3 പാർട്ടിലെ കംപ്ലീറ്റ് തിയറി പാർട്ടും കയറി. എന്താണ് കോംപ്ലക്സ് നമ്പർ, എന്താണ്, എങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആവുന്നത്, ആൽജിബ്ര, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ദെൻ പവർ ഓഫ് ഐ, നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട്, ദെൻ അത് കഴിഞ്ഞിട്ട് ഐഡന്റിറ്റീസ്, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? മോഡുലസും കോഞ്ചുഗേറ്റും പഠിച്ചു. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പറിന്റെ ഏകദേശം 1/3 പാർട്ട് തീരും. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള 2 പോർഷനേ ഉള്ളൂ, പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത 2 പോർഷനും കൂടെ ഉണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എന്ത് വേണം? പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പഠിച്ച കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് നിങ്ങൾ പഠിച്ച എല്ലാ പോർഷൻസും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. അത് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞ 3 ക്ലാസ്സുകളിൽ പഠിച്ച തിയറി പോർഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ടേ അടുത്ത ക്ലാസ്സിൽ വരാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.